ആത്മരക്ഷയെ പ്രതി തീക്ഷ്ണതയുള്ളവൻ തെറ്റും ശരിയും വേർതിരിച്ച് കണ്ട് ചെന്നായ ഏതാണ് കുഞ്ഞാട് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവനത് പറഞ്ഞിരിക്കണം. കാൽവരിയിലെ കൊലവിളിയും ആ കുഞ്ഞാടിൻ്റെ നിലവിളിയും വേർതിരിച്ച് കാണാൻ കഴിയണം. കൊലവിളി, നിലവിളി. ഇന്നത്തെ സുവിശേഷ പ്രഘോഷണങ്ങൾക്കിടയിൽ കാൽവരിയിലെ കൊലവിളിയും കുഞ്ഞാടിൻ്റെ നിലവിളിയും എന്ന രണ്ട് രീതിയിൽ പ്രസംഗങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആ കൊലവിളി സുവിശേഷങ്ങൾ തിരിച്ചറിഞ്ഞ് പാടെ ഉപേക്ഷിക്കണം. പറയാത്ത ശുശ്രൂഷ, ആരുടെയും കുറ്റം പറയാത്തൊരു പ്രസംഗം, അതല്ലേ നല്ല പ്രസംഗം? പരിശുദ്ധാത്മാവുള്ളവർക്ക് ആരുടെയെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെതല്ല. മാനുഷികമായി പറയുന്ന വെറുപ്പും വിദ്വേഷവും മൂലം പറയുന്ന പരദൂഷണമാണ്. അത് കേൾക്കരുത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്, അല്ലേ? എന്നാൽ അങ്ങനെ അല്ല. നിങ്ങൾ ഓർക്കണം, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ആരംഭകാലത്തേക്ക് കടന്നു ചെല്ലണം. സഭാപിതാക്കന്മാരുടെ കാലത്ത് 1, 2, 3, 4 നൂറ്റാണ്ടുകളിലേക്കൊന്ന് കടന്നു ചെല്ലണം. ഈ നൂറ്റാണ്ടുകളിലൊക്കെ ഒത്തിരിയേറെ പാഷാണ്ഡതകൾ സഭയിലുണ്ടായിരുന്നു, തെറ്റായ പഠിപ്പിക്കലുണ്ടായിരുന്നു. ഇത് പാഷാണ്ഡതയാണെന്നും തെറ്റായ പഠിപ്പിക്കലാണെന്നും ഇപ്പോൾ നാം പറയുന്നെങ്കിലും അന്ന് അങ്ങനെയല്ല വിചാരിക്കുന്നത്. കേൾവിക്കാർ വളരെ നല്ല പ്രസംഗമാണ്, സൂപ്പർ പ്രബോധനം, സ്വർഗീയ പ്രബോധനം എന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രബോധനങ്ങളിൽ തെറ്റ് കടന്നുകൂടിയപ്പോൾ ആ തെറ്റായ പ്രബോധനത്തെ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പല പേരിട്ട് വിളിക്കുന്ന ഒത്തിരിയേറെ പാഷാണ്ഡതകളുണ്ട്. ആര്യൻ പാഷാണ്ഡത, അൽബിജേഴ്സ്യൻ പാഷാണ്ഡത എന്നൊക്കെ പറഞ്ഞ് പലതരം പാഷാണ്ഡതകൾ പേരിട്ട് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ആര്യൻ പാഷാണ്ഡത ഒത്തിരി രാജ്യങ്ങളിലും നിരവധി രൂപതകളിലുമുള്ള ക്രൈസ്തവരെയൊക്കെ വഴിതെറ്റിച്ച് കൊണ്ടുപോയ സ്ഥിതിയിൽ തപശ്ചര്യകൾ ചെയ്ത് പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്ത് വനത്തിൽ താമസിച്ചിരുന്ന സുഖസൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് വനത്തിൽ താമസിച്ചിരുന്ന വനവാസിയായ അന്തോനീസ്. അപ്പോൾ ആ വനവാസിയായ അന്തോനീസിനെ വിളിക്കാൻ സഭ മെത്രാന്മാർ തീരുമാനിച്ചു. അങ്ങനെ വനവാസിയായ അന്തോനീസ് വന്ന് പ്രസംഗിച്ചത് മുഴുവൻ ആരിയൂസിൻ്റെ കുറ്റമായിരുന്നു പ്രസംഗിച്ചത്. ആരിയൂസ് അങ്ങനെ പറയുന്നു, അങ്ങനെയല്ല സത്യം, ഇങ്ങനെയാണ്. ആരിയൂസിനെ നിങ്ങൾ കേൾക്കരുത്, ആരിയൂസ് സഭയ്ക്കെതിരാണ്, ആരിയൂസ് പിശാചിൻ്റെ ദൂതനാണ് എന്ന് തന്നെ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ആരിയൂസിൻ്റെ കുറ്റം പറഞ്ഞ് തന്നെ ആ പാഷാണ്ഡത്തെ തകർത്തു അന്തോനീസ്. വനവാസിയായ അന്തോനീസ് ആ പാഷാണ്ഡത്തെ മുഴുവൻ രാജ്യത്ത് അലക്സാണ്ട്രിയയിൽ തകർത്ത് ആ എല്ലാ വിശ്വാസികളെയും തിരിച്ച് സഭയിലേക്ക് തന്നെ എത്തിച്ചു. ആ കുറ്റം പറച്ചിലായിരുന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ നാം കത്തോലിക്ക സഭ നിലനിൽക്കുന്നത്. അങ്ങനെ അന്ന് പറഞ്ഞതുകൊണ്ടാണ്. അത് പരിശുദ്ധാത്മാ പ്രവർത്തനമായിരുന്നോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരുന്നോ? പരിശുദ്ധാത്മാവ് ആരുടെയെങ്കിലും കുറ്റം പറയിപ്പിക്കുമോ? ഈ കേരളത്തിൽ പോലും റോക്കോസ് ശീഷ്മ എന്നൊരു ശീഷ്മ പടർന്നു പിടിച്ചിരുന്നു. ഈ റോക്കോസ് ശീഷ്മയ്ക്കെതിരെ ഒത്തിരിയേറെ പോരാടി ഇന്ന മെത്രാൻ തെറ്റാണ് പറയുന്നത്, ഇന്ന മെത്രാൻ വളരെയേറെ പൈശാചികനാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ പ്രബോധനം വളരെ വികലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞിരുന്നു. ഒരു മെത്രാൻ്റെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ പറഞ്ഞ് റോക്കോസ് ശീഷ്മയ്ക്കെതിരെ പറഞ്ഞ്, അതായത് റോക്കോസ് മെത്രാനെതിരെ നേരിട്ട് പറഞ്ഞ് ആ റോക്കോസ് മെത്രാൻ്റെ പിടിയിൽ നിന്നും അനേക വിശ്വാസികളെ വിമോചിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് കേരള സുറിയാനി കത്തോലിക്ക സഭയിലായിരിക്കുന്നത് കേട്ടോ. ആ റോക്കോസ് ശീഷ്മയുടെ അവശിഷ്ടങ്ങൾ ഇന്ന് വേറെ ചില സഭകളായി ഇന്ന് കേരളത്തിൽ ഉണ്ട്. അത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കുറ്റം പറയാൻ നിയുക്തനായവർ കുറ്റം പറഞ്ഞേ പറ്റൂ. വിശുദ്ധ പൗലോസ് ശ്ലീഹ തന്നെ പറയുന്നില്ലേ, പ്രിയപ്പെട്ടവർ, അനേകരുടെ കുറ്റം പറയുന്നില്ലേ? ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ അവസാനം എന്ന് ആരെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? സുവിശേഷം പ്രസംഗിച്ചവരെക്കുറിച്ചാണ് പറയുന്നത്. സുവിശേഷം കേൾക്കാതെ ബാറിൽ കള്ളുപിടിക്കാൻ പോയതിനെക്കുറിച്ചല്ല. സുവിശേഷം തെറ്റായ രീതിയിൽ പറയുന്ന, ശരിയായ ദൈവിക രീതിയിലല്ലാതെ പറയുന്ന വ്യക്തികളെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്. ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ അവസാനം എന്ന് പറഞ്ഞത്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ പൗലോസ് എത്ര പേരെ കുറ്റം പറയുന്നു. ആണെങ്കിൽ ഫരിസയരുടെയും സദ്ദുക്കാരുടെയും പുളിമാവിനെ, അതായത് പ്രബോധനത്തെ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് യേശുക്രിസ്തു പരസ്യമായി ഇവിടെ പറഞ്ഞു നടന്നത് കുറ്റം പറച്ചിലല്ലേ? കുറ്റം പറഞ്ഞില്ലേ? ജനസമൂഹത്തോട് സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞില്ലേ? അങ്ങനെ പറയണ്ടേ? അത് ഞാൻ പറയുമ്പോൾ വലിയ മോശമായിട്ട് പലരും ആക്ഷേപിക്കുന്നുണ്ട്. ഞാൻ എഴുതിയ പല പുസ്തകങ്ങളിലും ഇതുപോലെയുള്ള ഒത്തിരി തെറ്റായ പ്രബോധനത്തിനെതിരെയാണ് എഴുതിയിരിക്കുന്നത്. വിശുദ്ധ കത്തോലിക്ക സഭയുടെ ശരിയായ പ്രബോധനങ്ങൾ പഠിച്ചിട്ട് ബിബ്ലിക്കലായും തിയോളജിക്കലായും ബിബ്ലിക്കലായും എക്ലേസാസ്റ്റിക്കലായും ഞാൻ നല്ലൊരു ഗ്രന്ഥം എഴുതിയാൽ അതിൽ വിമർശിക്കപ്പെട്ടവരെ ഒക്കെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പുസ്തകത്തെ ചിലർ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എത്രയോ പേര്, എത്രയോ ധ്യാനഗുരുക്കന്മാരെ അച്ഛന്മാർ ആ പുസ്തകം ഒത്തിരിയേറെ വാങ്ങി പലർക്കും കൊടുത്തിട്ടുണ്ട്. ചില അച്ഛന്മാർ ഒന്നിച്ച് 1000 ഒക്കെ വാങ്ങി ഇടവകയിൽ മൊത്തം ഫ്രീ ആയിട്ട് വിതരണം ചെയ്തിട്ടുണ്ട് എൻ്റെ പുസ്തകങ്ങൾ, ഈ കുറ്റം പറച്ചിൽ പുസ്തകങ്ങൾ. അപ്പോൾ ശരിയായ പ്രബോധനം കൊടുക്കുമ്പോൾ തെറ്റായ പ്രബോധനം എന്താണ്, ആര് തെറ്റായ പ്രബോധനം പഠിപ്പിക്കുന്നു, അവരുടെ തെറ്റെന്താണ് എന്ന് വ്യക്തമാക്കണം. എങ്ങും തൊടാതെ സുഖിപ്പിക്കുന്ന പ്രസംഗം പറയുന്ന ഒത്തിരി ധ്യാനഗുരുക്കന്മാരുണ്ട്. അവരോടൊന്നും എനിക്കൊരു മതിപ്പുമില്ല, എനിക്ക് പുച്ഛമാണ് പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ളവരോട്. ഒരച്ഛൻ, ഇന്ന് സ്ത്രീ
യേശുവിൻ്റെ അവതാരമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അവതാരത്തെക്കുറിച്ച് പറഞ്ഞ പുറകെ പോകരുത്. എന്തൊക്കെ പറഞ്ഞിട്ടും അച്ഛന് വലിയ മാറ്റമില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇനി ആ യേശുവിനെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞു. മുസ്ലിങ്ങൾ പ്രസംഗിക്കുന്നതിൽ തെറ്റൊക്കെയുണ്ട്, അതിനെതിരെ നമ്മൾ പറയണമോ? ദൈവത്തിൻ്റെ പുത്രത്വം നിഷേധിക്കുന്ന യഹോവ സാക്ഷികൾ, ഈ യഹോവ സാക്ഷികളുടെ പ്രബോധനത്തെ എതിർക്കാൻ നമ്മൾ പോകണമോ എന്നൊക്കെ ഇങ്ങനെ പലതും ഞാൻ ചോദിച്ചു. അപ്പോൾ എന്താ പറഞ്ഞേ? വിസ്മയിപ്പിക്കുന്ന കാര്യമാണ്. ഒറ്റ നോട്ടത്തിൽ വളരെ ശരിയാണെന്ന് തോന്നും. എന്താ പറഞ്ഞത്? എൻ്റെ രണ്ടാം വരവിന് മുമ്പ് ലോകത്തെ ഒരുക്കുന്നതിൽ മുസ്ലിങ്ങൾക്കും ഒരു പങ്ക് വഹിക്കാനുണ്ട്, അവരെ എതിർക്കരുത് എന്നാണ് യേശു പറഞ്ഞതെന്ന് പറഞ്ഞു. ഏത്? ആ യേശു. പിന്നെ യവസാക്ഷികളെ കുറിച്ച് എന്താ പറഞ്ഞത്? എൻ്റെ പദ്ധതി അനുസരിച്ച് അവർക്കും ഒരു റോൾ വഹിക്കാനുണ്ട്, അവരെയും തടയണ്ട. എന്താ പറയേണ്ടത് ഇതിനൊക്കെ മറുപടി? അതോടെ എനിക്ക് 100% ഉറപ്പായി, അല്ലെങ്കിൽ എനിക്കറിയാം, എങ്കിലും 100% തെളിവായി. യേശുക്രിസ്തുവിൻ്റെ പുത്രത്വം നിഷേധിക്കുന്ന യവസാക്ഷികളെ കൊണ്ട്, യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ശിക്ഷിക്കുമെന്നും ഒക്കെ പറയുന്ന മുസ്ലിങ്ങളെ കൊണ്ടും ഇവിടെ പലതും ചെയ്യിപ്പിക്കാനുള്ള പദ്ധതി ഉള്ള യേശുക്രിസ്തു നമ്മൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തു അല്ല, കള്ള യേശുവാണ്, കള്ള ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ബോധ്യം പറയുമ്പോൾ അതിനെതിരെ പറയുന്നവരെ തിരുത്താനും ഒക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മുല്ലക്കര സാറ് ഒത്തിരിയേറെ രോഗശാന്തി കൊടുത്ത് കത്തോലിക്ക പള്ളികളിൽ ഒത്തിരിയേറെ പ്രസംഗിച്ച് വളരെ താരമായിരുന്ന സമയത്ത് ആരും അദ്ദേഹത്തെ എതിർത്തിരുന്നില്ല. ചില അച്ഛന്മാരും ചിലരും പറയും അത് ശരിയല്ല, ഇത് ശരിയല്ല, മാധവനെതിരെ പറഞ്ഞു, കൊന്തയ്ക്കെതിരെ പറഞ്ഞു, സഭയ്ക്കെതിരെ പറഞ്ഞു എന്നൊക്കെ പിറുപിറുക്കും. ആരും അതിനെതിരെ ഒന്നും നിലപാടെടുക്കാൻ തയ്യാറല്ല. അയാൾ ദൈവശക്തിയല്ലേ, അയാളുമായി ഏറ്റുമുട്ടാൻ പറ്റുമോ? ദൈവശക്തിയല്ലേ അയാളിൽ പ്രവർത്തിക്കുന്നത്, അത്ഭുതങ്ങളല്ലേ കാണുന്നത്, അപ്പോൾ നമുക്കെങ്ങനെ എതിർക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു പല അച്ഛന്മാരോടും. അദ്ദേഹത്തെ ദൈവശക്തി അല്ല പ്രവർത്തിക്കുന്നത്, ഏറ്റുമുട്ടണം, നിങ്ങൾ ദൈവശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ അയാളോട് ഏറ്റുമുട്ടണം, തോൽപ്പിക്കണം എന്ന് പറഞ്ഞു. ആരും തയ്യാറായില്ല. ഒടുവിൽ ഞാൻ തയ്യാറായി. അദ്ദേഹത്തിൻ്റെ പല ക്ലാസ്സുകളും കേൾക്കാൻ പലയിടത്തും പോയി, അത് കേട്ട് റെക്കോർഡ് ചെയ്തു, അതെല്ലാം പകർത്തി ഞാൻ നോട്ട് തയ്യാറാക്കി. സഭയ്ക്കെതിരെ പറഞ്ഞത്, മാതാവിനെതിരെ പറഞ്ഞത്, കൊന്തയ്ക്കെതിരെ പറഞ്ഞത്, മാർപ്പാപ്പയ്ക്കെതിരെ പറഞ്ഞത്, വിശുദ്ധ കുർബാനയ്ക്ക് ദിവ്യകാരുണ്യത്തിന് എതിരെ പറഞ്ഞത് ഉൾപ്പെടെ എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചു. അയാൾ ധ്യാനം കൊടുത്ത പള്ളിയിൽ ഞാൻ പോയി അതിനെതിരെ പ്രസംഗിച്ചു. അതിനുശേഷം ഞാൻ രൂപതയിൽ അക്കമിട്ട് പോയിൻറ്റ്സുകൾ നിരത്തി പരാതി കൊടുത്തു. രൂപതയിൽ നിന്ന് പരാതി വായിച്ചിട്ട് അദ്ദേഹത്തെ സഭ വിലക്കി, ആ ധ്യാനം വിലക്കി. അങ്ങനെ ധ്യാനം വിലക്കിയിട്ട് 2-3 മാസം അയാൾ ഡിവൈനിലൊക്കെ ബൈബിൾ പഠിക്കാനൊക്കെ അന്നും പറഞ്ഞു വന്ന് അവിടെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി. ധ്യാനങ്ങൾക്ക് വിലക്ക് വന്നതോടെ പുറത്ത് ചാടി. അയാൾ പുറത്ത് ചാടാൻ കാരണം എന്താ? ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ അയാൾ പറഞ്ഞ ഈ തെറ്റുകളെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കും, സ്ഥിരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കും കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെ. അതുകൊണ്ട് ഞാൻ കുറ്റം പറയുന്നത് പറയരുത്. കുറ്റം പറയൽ ദൈവത്തിനു വേണ്ടിയാണ് കുറ്റക്കാരെ കുറ്റപ്പെടുത്തുന്നത്. ദൈവം തീരുമാനിക്കട്ടെ എന്ന് പറയരുത്. ആത്മരക്ഷയെ പ്രതി തീക്ഷ്ണതയുള്ളവൻ തെറ്റും ശരിയും വേർതിരിച്ച് കണ്ട് ചെന്നായ ഏതാണ് കുഞ്ഞാട് ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവനത് പറഞ്ഞിരിക്കണം. കർത്താവിനെതിരെയുള്ള കാൽവരിയിലെ കൊലവിളിയും ആ കുഞ്ഞാടിൻ്റെ നിലവിളിയും വേർതിരിച്ച് കാണാൻ നമുക്ക് കഴിയണം. കൊലവിളി, നിലവിളി. ഇന്നത്തെ സുവിശേഷ പ്രഘോഷണങ്ങൾക്കിടയിൽ യേശുവിനെതിരെയുള്ള കാൽവരിയിലെ കൊലവിളിയും കുരിശിലെ യേശുവിൻ്റെ നിലവിളിയും എന്ന 2 രീതിയിൽ പ്രസംഗങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആ കൊലവിളി സുവിശേഷങ്ങൾ തിരിച്ചറിഞ്ഞ് പാടെ ഉപേക്ഷിക്കണം.